ജില്ലാ പ്രസിഡന്റുമാരുണ്ടോ 30 ജില്ലാ പ്രസിഡന്റുമാർ. ഈ ജില്ലാ പ്രസിഡന്റുമാരെ നമ്മളിപ്പോൾ ഓരോരുത്തരും 1 to 1 കണ്ട് സംസാരിച്ചു വരുന്നു. അവരുടെ ടീമിനെ ഇപ്പം ബ്ലോക്ക് പ്രസിഡന്റുമാരുമായിട്ടുണ്ടോ തോന്നുന്നല്ലേ, എല്ലാവരും ആയിട്ടുണ്ടോ തോന്നുന്നു, മണ്ഡലം പ്രസിഡന്റ്. അപ്പോൾ അവരെയൊക്കെ അവരൊക്കെ വർക്ക് ചെയ്യുന്ന ഉറപ്പാക്കാൻ എന്തെങ്കിലും ഒരു സ്ട്രാറ്റജി ഉണ്ടാകുമോ? ഇവരൊക്കെ വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ എന്ത് ചെയ്യും? എന്തിനാണ് ഞാൻ അങ്ങനെ വിചാരിക്കുന്നത്? ഞാൻ നാളെ തന്നെ എല്ലാ 30 ഡിസ്ട്രിക്ട് പ്രസിഡൻസിനും കൂടെ ഞാൻ ഒരു ഡിസ്കഷൻ നടത്താൻ പോകുന്നുണ്ട്. ആദ്യം വീഡിയോ കോൺഫറൻസ്, പിന്നെ വിളിച്ചു ഇരുത്തി. എൻ്റെ മനസ്സിൽ അങ്ങനെ എനിക്കൊരു ഡൗട്ടും ഇല്ല. എല്ലാവർക്കും അറിയാം ഇതൊരു നരേന്ദ്രമോദിജീൻ്റെ BJP ആണ്. ഇതൊരു പോളിറ്റിക്സ് ഓഫ് പെർഫോമൻസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു പാർട്ടിയാണ്. അതുകൊണ്ട് ഇവിടെ വന്ന് കുത്തിയിരുന്ന് ഒന്നും ചെയ്യാൻ പോകുന്ന ആൾക്കാർ വരില്ല. അത് അവർക്ക് വേറെ ഓപ്ഷൻസ് ഉണ്ടല്ലോ, കോൺഗ്രസ് ഉണ്ട്, LDF ഉണ്ട്, അങ്ങനെ ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ അങ്ങനെ എനിക്ക് ഒരു മിസ്ഗിവിങ്ങോ ഡൗട്ട് എൻ്റെ മനസ്സിലില്ല. ഏതെങ്കിലും ഒരു പ്രസിഡന്റോ അല്ലെങ്കിൽ ഈ മണ്ഡലം പ്രസിഡന്റ് ആരെങ്കിലും പൂർണ്ണമായും സഹകരിക്കുകയും അവര് ഒരു ചെയ്യാതിരിക്കുകയും ചെയ്ത് അവരെ മാറ്റാൻ ഓപ്ഷൻ കാണുമോ? അല്ല, അങ്ങനത്തെ സിനാരിയോ ഉണ്ടാവില്ല. ചിന്തിക്കുന്നില്ല. അല്ല, ഉണ്ടാവില്ല. എനിക്ക് അങ്ങനെ ഈ പാർട്ടി ഒരു ഡിസിപ്ലിൻ പാർട്ടിയാണ്. ഈ പാർട്ടി എൻ്റെ പാർട്ടിയൊന്നും അല്ലല്ലോ, ഇതൊരു BJP. ഞാനൊരു പുതിയ സംസ്ഥാന പ്രസിഡന്റ്, എൻ്റെ മുമ്പും പ്രസിഡന്റ് ഉണ്ടായിരുന്നു. എൻ്റെ ടേം കഴിഞ്ഞാൽ ഒരു പുതിയ പ്രസിഡന്റ് വരും. ഞങ്ങളുടെ കോമൺ ത്രെഡ് എന്ന് പറഞ്ഞാൽ ഒരു പൊളിറ്റിക്കൽ ഐഡിയോളജി. അത് എന്താണ് ഐഡിയോളജി? ഞങ്ങൾ പറയുന്നതെല്ലാം ചെയ്യണം. ഒരു പോളിറ്റിക്സ് ഓഫ് പെർഫോമൻസ്. ഞങ്ങളുടെ ഐക്കോൺ ആരാണ്? ഞങ്ങളുടെ ഒരു ഇൻസ്പിറേഷൻ ആരാണ്? നരേന്ദ്രമോദിജി. അദ്ദേഹം വീട്ടിൽ കുത്തിയിരുന്നിട്ടാണോ ഇത് 11 ഇയേഴ്സിൽ പ്രോഗ്രസ് ചെയ്ത്? അല്ല, അധ്വാനിച്ചിട്ടാണ്. അതുകൊണ്ട് ആ മെസ്സേജ് ഇത് ചിലപ്പോൾ ആ മെസ്സേജ് ക്ലിയറായിട്ട് കിട്ടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് ഞാൻ ഇരുന്ന് സംസാരിച്ച് അവരെ മനസ്സിലാക്കി കൊടുക്കും. അത്രേ ഉള്ളൂ.